ഗുഡ് മോർണിംഗ് ഓൾ. എല്ലാവർക്കും ഇന്നത്തെ മാത്തമാറ്റിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ സെറ്റ്സ് എന്ന ഫസ്റ്റ് ചാപ്റ്ററാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ സെറ്റ്സ് എന്താണെന്നും സെറ്റിനെ കുറിച്ച് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളും പഠിച്ചു. എല്ലാവർക്കും ക്ലാസ് മനസ്സിലായില്ലേ? ആർക്കെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയോ? നമ്മുടെ ക്ലാസ്സിൽ മലയാളം മീഡിയത്തിൽ നിന്നും ഇംഗ്ലീഷ് മീഡിയത്തിൽ നിന്നും വന്ന കുട്ടികളുണ്ട്. അപ്പം മലയാളം മീഡിയത്തിൽ നിന്നുള്ള കുട്ടികൾക്ക് ആദ്യം കുറച്ച് ബുദ്ധിമുട്ടായി തോന്നാം. പക്ഷേ മലയാളത്തിലുള്ള എക്സ്പ്ലനേഷൻ എല്ലാം തരുന്നുണ്ട്. അപ്പോൾ 1-2 ക്ലാസ് കഴിയുമ്പോൾ അതെല്ലാം മാറി എളുപ്പമായിക്കോളും. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സെറ്റ് പഠിച്ചു. സെറ്റ് എന്താണെന്ന് എല്ലാവരും ഒന്ന് റിക്കോൾ ചെയ്തേ. എന്താണ് സെറ്റ്? സെറ്റ് ഈസ് എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് ഒബ്ജക്ട്സ്. ഇന്നത്തെ ക്ലാസ്സിൽ സെറ്റിനെ എങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ പഠിക്കുന്നത്. നമുക്ക് നോക്കാം. റെപ്രസെൻറ്റേഷൻ ഓഫ് എ സെറ്റ്. There are 2 methods to representing a set. First one, roster or tabular form. Second one, set builder form. ഈ 2 മെത്തേഡിലാണ് നമ്മൾ സെറ്റിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് മെത്തേഡ് റോസ്റ്റർ ഓർ ടാബുലാർ ഫോം. 2 തരത്തിൽ പറയാം. റോസ്റ്റർ മെത്തേഡ് എന്നും പറയാം, അല്ലെങ്കിൽ ടാബുലാർ ഫോം എന്നും പറയാം. സെക്കൻഡ് വൺ സെറ്റ് ബിൽഡർ ഫോം. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ് ഈ റെപ്രസെൻറ്റേഷൻ ഓഫ് സെറ്റ്സ്. അപ്പോൾ ഈ 2 പേരുകളും ഓർത്തിരിക്കണം. ഒന്നും കൂടി പറയാം. റോസ്റ്റർ ഓർ ടാബുലാർ ഫോം. സെക്കൻഡ് വൺ സെറ്റ് ബിൽഡർ ഫോം. ഇനി റോസ്റ്റർ മെത്തേഡിൽ അല്ലെങ്കിൽ ടാബുലാർ മെത്തേഡിൽ എങ്ങനെയാണ് സെറ്റിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. റോസ്റ്റർ ഓർ ടാബുലാർ ഫോം. ഇൻ റോസ്റ്റർ ഫോം all the elements of a set are listed. The elements are being separated by commas and are enclosed within braces. എന്താ പറഞ്ഞിരിക്കുന്നത്? ഇൻ റോസ്റ്റർ ഫോം. റോസ്റ്റർ ഫോമിൽ സെറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടി all the elements of a set are listed. ആ സെറ്റിലുള്ള എലമെൻറ്റ്സ് ഏതൊക്കെയാണെന്ന് ആദ്യം നമ്മൾ ലിസ്റ്റ് ചെയ്യണം. എന്ന് പറഞ്ഞാൽ ആ സെറ്റിലുള്ള എലമെൻറ്റ്സ് ഏതൊക്കെയാണെന്ന് ആദ്യം എടുത്തെഴുതുക. ഇത് എലമെൻറ്റ്സ് ആർ ബീങ് സെപ്പറേറ്റഡ് ബൈ കോമാസ്. എഴുതുമ്പോൾ വെറുതെ നിരത്തി എഴുതിയാൽ മതിയോ? പോരാ. ഓരോ എലമെൻറ്റിനെയും അല്ലെങ്കിൽ ഓരോ മെമ്പറിനെയും കോമ ഇട്ട് സെപ്പറേറ്റ് ചെയ്തെഴുതണം. ആൻഡ് ആർ എൻക്ലോസ്ഡ് വിതിൻ ബ്രേസസ്. ബ്രേസസ് എന്ന് പറഞ്ഞാൽ ബ്രാക്കറ്റിൻ്റെ ഫ്ലൂറലാണ്. അതിനുശേഷം ഈ എലമെൻറ്റ്സിനൊക്കെ എന്താ ചെയ്യേണ്ടത്? ഈ ബ്രാക്കറ്റിനുള്ളിൽ ഇട്ട് വേണം എഴുതാൻ. മനസ്സിലായോ? അതായത് 3 കാര്യങ്ങളാണ് റോസ്റ്റർ ഫോമിൽ സെറ്റിനെ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, എലമെൻറ്റ്സ് ഒക്കെ ഏതൊക്കെയാണെന്ന് ആദ്യം എഴുതണം. അതിനുശേഷം അതിനെന്ത് ചെയ്യണം? കോമ ഇട്ട് സെപ്പറേറ്റ് ചെയ്യുന്നു. മൂന്നാമതായിട്ടോ ഈ എലമെൻറ്റ്സിനൊക്കെ എന്ത് ചെയ്യണം? ബ്രാക്കറ്റിനുള്ളിലാക്കണം. അതായത് നമ്മൾ എഴുതുമ്പോൾ ആദ്യം ഈ ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം എലമെൻറ്റ്സിനെ കോമ ഇട്ട് നിരത്തി എഴുതുക. മൂന്നാമതായി ഈ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. ക്ലിയർ ആയാലും എല്ലാവർക്കും? അപ്പോൾ റോസ്റ്റർ ഫോമിൽ അല്ല ടാബുലാർ ഫോമിൽ എങ്ങനെയാണ് സെറ്റിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്? ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ഓരോ എലമെൻറ്റ്സിനെയും കോമ ഇട്ട് എഴുതുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. അപ്പോൾ ഈ ബ്രാക്കറ്റ് കണ്ടോ, നമ്മൾ സെറ്റിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ബ്രാക്കറ്റാണ്. ഈ ബ്രാക്കറ്റ് എല്ലാവരും ഒന്ന് എഴുതി പഠിക്കുക. ഓക്കെ, എക്സാമ്പിൾ നോക്കാം. ഫസ്റ്റ് വൺ, ലെറ്റ് എ ബി ദി സെറ്റ് ഓഫ് ഓൾ ഈവൻ പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ലെസ് ദാൻ 7. അതായത് നമുക്ക് തന്നിരിക്കുന്ന സെറ്റ് എന്താ? ഓൾ ഈവൻ പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ലെസ് ദാൻ 7. 7-നെക്കാട്ടിലും ചെറുതായ ഈവൻ പോസിറ്റീവ് ഇൻറ്റിജർ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ സെറ്റിന് പേരുണ്ട്, എ എന്ന് പറയുന്ന സെറ്റാണ്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം? നമ്മുടെ മനസ്സിലേക്ക് അതിനകത്ത് ഏതൊക്കെ എലമെൻറ്റ്സ് ആണ് ഉള്ളത്? ഏതൊക്കെ എലമെൻറ്റ്സ് ഉള്ളത്? ഏതൊക്കെയാണ് ഈവൻ പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ലെസ് ദാൻ 7? നമുക്കറിയാം 2, 4, 6 അല്ലേ? അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ആ എലമെൻറ്റ്സ് ഇങ്ങനെ നമ്മുടെ മനസ്സിൽ വന്നു. 2, 4, 6 ആണ്. അപ്പോൾ നമ്മൾ എലമെൻറ്റ്സ് എഴുതിയിട്ടുണ്ട്, കോമ ഇട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി എന്ത് വേണം? മൂന്നാമതായിട്ട് നമുക്ക് എന്ത് വേണം? ഈ ബ്രാക്കറ്റും കൂടി വേണം അല്ലേ?
അപ്പോൾ ഞാൻ ഈ റെഡിൽ എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഇങ്ങോട്ട് എടുത്ത് എഴുതിയതാണ്. നിങ്ങൾ നോട്ടിൽ എഴുതുമ്പോൾ ഇത് എഴുതണ്ട. നോട്ടിൽ എഴുതുമ്പോൾ ഇവിടെ മുതൽ എഴുതിപ്പോയിക്കൊള്ളുക. അപ്പോൾ എഴുതണ്ടാത്ത കാര്യങ്ങൾ വരുമ്പോൾ ഞാൻ പറയും ഇത് എഴുതണ്ട എന്ന് പറയും. ഇത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാനിവിടെ എഴുതി കാണിച്ചെന്നേ ഉള്ളൂ. നമുക്കറിയാം എങ്ങനെയാണ് റോസ്റ്റർ ഫോമിൽ എഴുതുന്നത്. അപ്പം നേരെ ഡയറക്റ്റ് സെറ്റ് എ ഈക്വൽ ടു എന്നും പറഞ്ഞ് എഴുതിയാൽ മതി. ഇത് നിങ്ങൾക്ക് ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി ഇവിടെ എഴുതിയതാണ്. അപ്പോൾ ഇത് ഞാൻ ഇനി എക്സിറ്റ് ചെയ്ത് കളയും. ഓക്കെ, ദെൻ എ ഈസ് ഈക്വൽ ടു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു, എലമെൻറ്റ്സ് 2, 4, 6 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. പഠിച്ചില്ലേ? എളുപ്പമാണ് നമുക്ക് റോസ്റ്റർ ഫോമിൽ സെറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ. സെറ്റ് എ എന്ന് പേര് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ എ എന്ന് എടുത്തെഴുതി. എ ഈസ് ഈക്വൽ ടു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു, <7 ആയ ഈവൻ പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് 2, 4, 6 ആണ്, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. പഠിച്ചില്ലേ? ഓക്കെ, സെക്കൻഡ് എക്സാമ്പിൾ. ലെറ്റ് ബി ബി ദ സെറ്റ് ഓഫ് ഓൾ വവൽസ് ഇൻ ഇംഗ്ലീഷ് ആൽഫബറ്റ്. ഇംഗ്ലീഷ് ആൽഫബറ്റിലെ വവൽസ് ഏതൊക്കെയാണ്? എ, ഇ, ഐ, ഒ, യു അല്ലേ? എലമെൻറ്റ്സിനെ നമ്മൾ കോമയിട്ട് എഴുതി, പിന്നെ എന്ത് വേണം? ബ്രാക്കറ്റ് വേണം. അപ്പോൾ നമുക്ക് എഴുതാം ബി ഈസ് ഈക്വൽ ടു സെറ്റ് എ, ഇ, ഐ, ഒ, യു. ഓക്കെ, തേർഡ് വൺ. ലെറ്റ് സി ബി ദി സെറ്റ് ഓഫ് ഓൾ ഓഡ് നാച്ചുറൽ നമ്പേഴ്സ്. സി എന്ന് പറയുന്ന സെറ്റ് എന്തിനാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? ഓൾ ഓഡ് നാച്ചുറൽ നമ്പേഴ്സ്. അപ്പോൾ ഓഡ് നാച്ചുറൽ നമ്പേഴ്സ് ഏതൊക്കെയാണെന്ന് നമുക്കറിയാം. ഏതൊക്കെയാ? സി ഈസ് ഈക്വൽ ടു സെറ്റിൻ്റെ ബ്രാക്കറ്റ് ഇട്ടു 1, 3, 5 എക്സെട്ര അല്ലേ? ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോവാണ് എലമെൻറ്റ്സ്. അപ്പോൾ നമുക്കറിയാം ബാക്കി എലമെൻറ്റ്സ് എല്ലാം നമുക്ക് എഴുതാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? എക്സെട്ര 3 ഡോട്ട് ഇട്ടു. ഓക്കെ, 1, 3, 5 എക്സെട്ര. ക്ലിയർ ആയില്ലേ? ഇനി നോട്ടുണ്ട്. നോട്ട് ശ്രദ്ധിച്ചോ. ഇൻ റോസ്റ്റർ ഫോം the order in which the elements are listed is unimportant. That is any order. എന്ന് പറഞ്ഞാൽ എന്താ? റോസ്റ്റർ ഫോമിൽ സെറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ അതിനകത്തെ എലമെൻസിന് ഓർഡറിന് ഇമ്പോർട്ടൻ്റ് ഇല്ല, അൺഇമ്പോർട്ടൻ്റ്. എന്ന് പറഞ്ഞാലോ നമുക്ക് സെറ്റിനുള്ളിലെ എലമെൻസിനെ ഏത് ഓർഡറിൽ വേണമെങ്കിലും എഴുതാം. എന്ന് പറഞ്ഞാലോ നമുക്കവിടെ കൃത്യമായി ഒരു ഓർഡറിൽ, അല്ലെങ്കിൽ ആദ്യം ഇന്ന എലമെൻ്റ് എഴുതണം, അതിനുശേഷം അടുത്ത എലമെൻ്റ് എഴുതണം, അങ്ങനെ പ്രത്യേകിച്ചൊരു ഓർഡറൊന്നുമില്ല. ഏതൊക്കെ എലമെൻറ്റ്സ് ആണോ ഉള്ളത് അതിനെ നമുക്ക് ഏത് ഓർഡറിലും എഴുതാം. എക്സാമ്പിൾ നോക്കൂ. ലെറ്റ് എ ബി ദി സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് വിച്ച് ഡിവൈഡ് 42. എന്താ എ എന്ന് പറഞ്ഞ സെറ്റ്? ഓൾ നാച്ചുറൽ നമ്പേഴ്സ് വിച്ച് ഡിവൈഡ് 42 അല്ലേ? 42ൻ്റെ ഡിവൈസേഴ്സ് ഏതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഏതൊക്കെയാണെന്ന് നമുക്കറിയാം. ഏതൊക്കെയാണ് വരുന്നത്? എ ഈസ് ഈക്വൽ ടു സെറ്റ് 1, 2, 3, 6, 7, 14, 21, 42. നമ്മൾ ബ്രാക്കറ്റിൽ കോമയിട്ട് എഴുതിയിട്ടുണ്ട്. ഇനി നമ്മളോട് പറയുന്നത് എന്താ? ഇതിൻ്റെ ഓർഡറിന് ഇമ്പോർട്ടൻ്റ് ഇല്ല എന്ന് പറഞ്ഞാൽ ഇവിടെ നോക്കിക്കേ. ഇവിടെ നമ്മൾ ആദ്യം 1 എഴുതി, 2 എഴുതി, 3 എഴുതി, അങ്ങനെയാണ് എഴുതിപ്പോയത്. അതിനെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും എഴുതാം. നോക്കിക്കേ. ഓർ ആദ്യം നമുക്ക് 2 എഴുതാം, പിന്നെ 6 എഴുതാം, പിന്നെ 1 എഴുതാം, 3 എഴുതാം, 42, 21, 14, 7 അല്ലേ? ഈ ഒരു ഓർഡറിലാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അല്ല, ഇങ്ങനെ നമുക്ക് ഏത് ഓർഡറിൽ വേണമെങ്കിലും എഴുതാം. ആദ്യം 6 എഴുതാം, അല്ലെങ്കിൽ 3 എഴുതാം. അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇങ്ങനെ ഇതേ ഓർഡറിൽ തന്നെ എഴുതണമെന്നൊന്നുമില്ല. എല്ലാ എലമെൻറ്റ്സും എഴുതണം, പക്ഷേ ഏത് ഓർഡറിൽ വേണമെങ്കിലും എഴുതാം. ക്ലിയർ ആയില്ലേ? രണ്ടാമത്തെ നോട്ട് പറയുന്നത് ഇൻ റോസ്റ്റർ ഫോം ആൻ എലമെൻറ്റ് ഈസ് നോട്ട് ജനറലി റിപ്പീറ്റഡ്. എന്ന് പറഞ്ഞാലോ റോസ്റ്റർ ഫോമിൽ സെറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ എലമെൻറ്റ് എന്ത് ചെയ്യാൻ പാടില്ല? റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. അതായത് സെറ്റിൻ്റെ ഡെഫിനിഷൻ തന്നെ പറയുന്നുണ്ട്. എന്താ പറയുന്നത്? സെറ്റ് ഈസ് എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് ഒബ്ജക്റ്റ്. വ്യത്യസ്തമായ എലമെൻറ്റ്സ് ആണെന്ന് പറയുന്നുണ്ട് അല്ലേ? അപ്പം നമുക്ക് പിന്നെ അവിടെ ഒരു എലമെൻറ്റ് റിപ്പീറ്റ് ചെയ്യാൻ പാടുണ്ടോ? ഈ 2 ഉണ്ടെങ്കിൽ പിന്നെ 2 രണ്ട് പ്രാവശ്യം ഒരു 2 എന്ന് പറയുന്ന എലമെൻറ്റ് വരുന്നുണ്ടെങ്കിൽ അത് 2 പ്രാവശ്യം എഴുതേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, ഒരു പ്രാവശ്യം മാത്രം എഴുതിയാൽ മതി. എക്സാമ്പിൾ. ലെറ്റ് ബി ബി ദി സെറ്റ് ഓഫ് ഓൾ ലെറ്റേഴ്സ് ഇൻ ദി വേർഡ് സ്കൂൾ. ബി എന്ന് പറയുന്ന സെറ്റ് എന്താ പറയുന്നത്? ലെറ്റേഴ്സ് ഇൻ ദി വേർഡ്. സ്കൂൾ എന്ന് പറയുന്ന വേർഡിൻ്റെ ലെറ്റേഴ്സ് ആണ് ബി എന്ന് പറയുന്ന സെറ്റ്. അപ്പോൾ ഏതൊക്കെ വരും? ബി ഈസ് ഈക്വൽ ടു SCHOOL അല്ലേ? ഇവിടെ നോക്കിക്കേ. O എന്ന് പറയുന്ന ലെറ്റർ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? വേണ്ട. O 2 പ്രാവശ്യം വന്നാൽ ഒറ്റ പ്രാവശ്യം എഴുതിയാൽ മതി. മനസ്സിലായില്ലേ? നോക്കിക്കോ, ഇവിടെ എഴുതിയിട്ടുണ്ട് SCHOL. കണ്ടോ? അപ്പോൾ
ഇനി എഴുതുമ്പോൾ നമ്മളിങ്ങനെ ഒരു ലെറ്റർ 2 പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിൽ അത് 2 പ്രാവശ്യം എഴുതണ്ട, ഒറ്റ പ്രാവശ്യം എഴുതിയാൽ മതി. അതാണ് പറയുന്നത് ഇൻ റോസ്റ്റർ ഫോം ആൻ എലമെന്റ് ഈസ് നോട്ട് ജനറലി റിപ്പീറ്റഡ്. അപ്പം നമ്മളിങ്ങനെ ചില വേർഡുകളിൽ മാത്തമാറ്റിക്സ് ഒക്കെ ലെറ്റേഴ്സ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ടല്ലേ, അപ്പോൾ അവിടെയൊക്കെ ഒറ്റ പ്രാവശ്യം എഴുതിയാൽ മതി. മനസ്സിലായില്ലേ? പിന്നെ ഇവിടെ നോക്കിക്കേ, ഇവിടെ നമ്മൾ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആണ് ഈ സെറ്റിനകത്ത് എഴുതിയേക്കുന്നത്. അതെന്തുകൊണ്ടാണ്? നമ്മൾ പറഞ്ഞിട്ടുണ്ട് സെറ്റിനകത്തെ എലമെൻസിനെ സ്മോൾ ലെറ്റേഴ്സ് ഉപയോഗിച്ചാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്ന്. ഇവിടെ നോക്കിയാൽ നമുക്ക് തന്നിരിക്കുന്ന വേർഡിനകത്തെ ലെറ്റേഴ്സ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് തന്നിരിക്കുന്ന വേർഡ് ക്യാപിറ്റൽ ലെറ്ററിലാണ്, അതുകൊണ്ട് ഇതിനകത്തെ ലെറ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ലെറ്റർ തന്നെയാണ് എഴുതുന്നത്, അതുകൊണ്ടാണ് ഇവിടെ ക്യാപിറ്റൽ ലെറ്റേഴ്സ് വന്നത്. ഓക്കെ, ഇനി അപ്പോൾ നമ്മൾ ആദ്യത്തെ മെത്തേഡ് പഠിച്ചു, അതായത് ഏതായിരുന്നു? റോസ്റ്റർ ഓർ ടാബുലാർ മെത്തേഡ്. അപ്പോൾ റോസ്റ്റർ മെത്തേഡിൽ എങ്ങനെ എഴുതുന്നത്? ബ്രാക്കറ്റിനുള്ളിൽ എലമെൻസിനെ കോമയിട്ട് എഴുതി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു. പിന്നെ നോട്ട് പഠിച്ചല്ലോ. ആദ്യത്തെ നോട്ട് എന്തായിരുന്നു? എലമെൻസ് എന്താ പറഞ്ഞിരുന്നത്? എലമെൻസ് റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല അല്ലേ? ഒരു കാര്യം നമ്മൾ പഠിച്ചാണ്, അതിനകത്തുള്ള എലമെൻസ് റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഓർഡർ ഇമ്പോർട്ടൻ്റ് അല്ല, എങ്ങനെ വേണേലും അല്ലെങ്കിൽ ഏത് ഓർഡറിൽ വേണേലും എഴുതാം. ഈ 2 കാര്യങ്ങൾ ഓർത്തിരിക്കണം. അടുത്ത് 2 രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ നമ്മൾ പഠിച്ചില്ലേ? അതിൽ രണ്ടാമത്തെ മെത്തേഡ് നോക്കിയേ, സെറ്റ് ബിൽഡർ ഫോം. ഇനി എന്താണ് സെറ്റ് ബിൽഡർ ഫോം നമുക്ക് നോക്കാം. ഇൻ സെറ്റ് ബിൽഡർ ഫോം ഓൾ ദി എലമെന്റ്സ് ഓഫ് എ സെറ്റ് possess a single common property which is not possessed by any element outside the set. എന്താ പറഞ്ഞിരിക്കുന്നത്? മനസ്സിലായോ? ഒന്നും കൂടി ഞാൻ വായിക്കാം. ഇൻ സെറ്റ് ബിൽഡർ ഫോം ഓൾ ദി എലമെന്റ്സ് ഓഫ് എ സെറ്റ് possess a single common property which is not possessed by any element ഔട്ട്സൈഡ് ദി സെറ്റ്. അതായത് സെറ്റ് ബിൽഡർ ഫോമിൽ നമ്മൾ എഴുതുമ്പോൾ എങ്ങനെയാണ് എഴുതുന്നത്? ആ സെറ്റിലുള്ള എല്ലാ എലമെൻസിനും കോമൺ ആയിട്ട് വരുന്ന ഒരു പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഒരു പൊതു സ്വഭാവം, ആ എലമെൻസിനൊക്കെയുള്ള പൊതു സ്വഭാവം എന്താണോ അതാണ് നമ്മളവിടെ എഴുതുന്നത് സെറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ. അപ്പം നമ്മൾ ടാബുലാർ ഫോമിൽ എഴുതിയ പോലെ എലമെൻസിനെ ഓരോന്നിനെ നിരത്തി എഴുതുകയല്ല ചെയ്യുന്നത്, ആ എലമെൻസിനൊക്കെ ഉള്ള കോമൺ സ്വഭാവം എന്താണോ, അതായത് കോമൺ പ്രോപ്പർട്ടി എന്താണോ അതാണ് അവിടെ എഴുതുന്നത്. പിന്നെ ഒന്നും കൂടി പറയുന്നുണ്ട്, വിച്ച് ഈസ് നോട്ട് പൊസസ്ഡ് ബൈ എനി എലമെന്റ് ഔട്ട്സൈഡ് ദി സെറ്റ്. ആ കോമൺ പ്രോപ്പർട്ടി ആ സെറ്റിന് പുറത്തുള്ള ഒരു എലമെന്റിനും ഉണ്ടാകാൻ പാടില്ല. എന്ന് പറഞ്ഞാലോ ആ എലമെന്റ്സിനൊക്കെ കോമൺ പ്രോപ്പർട്ടി ഉണ്ട്, അങ്ങനെയുള്ള എലമെന്റ്സ് ആണ് നമ്മൾ സെറ്റിനകത്ത് വരുന്നത്. അപ്പോൾ ആ എലമെന്റ്സിന്റെ കോമൺ പ്രോപ്പർട്ടി നമ്മളവിടെ എഴുതുന്നു. ആ പ്രോപ്പർട്ടി പുറത്തുള്ള ഒരു എലമെന്റിനും ഉണ്ടാകില്ല. ക്ലിയർ ആയില്ലേ? നമുക്ക് എക്സാമ്പിൾ എഴുതുമ്പോൾ ഒന്നും കൂടി മനസ്സിലാകും. എക്സാമ്പിൾ, ലെറ്റ് എ ബി ദി സെറ്റ് ഓഫ് ഓൾ വവൽസ് ഇൻ ഇംഗ്ലീഷ് ആൽഫബറ്റ്. അപ്പോൾ നമുക്കറിയാം വവൽസ് നമ്മൾ നേരത്തെ കണ്ട സെറ്റാണ് അല്ലേ? ഇംഗ്ലീഷ് ആൽഫബറ്റിലെ വവൽസ് ഏതൊക്കെയാ? എ ഇ ഐ ഒ യു. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതണം? സെറ്റ് ബിൽഡർ ഫോമിലേക്ക് എഴുതണം. അപ്പം നമുക്കറിയാം, നോക്കിക്കേ, അതിനകത്ത് മെമ്പേഴ്സ് ഏതൊക്കെയാ? എ ഇ ഐ ഒ യു. ഈ 5 ലെറ്ററിനുമുള്ള കോമൺ സ്വഭാവം അല്ലേ, കോമൺ പ്രോപ്പർട്ടി അല്ലെങ്കിൽ പൊതു സ്വഭാവം എന്താണ്? ഇവ 5 എന്താണ്? വവൽസ് ആണ് അല്ലേ? എ വവലാണ്, ഇ വവലാണ്, ഐ വവലാണ്, ഒ വവലാണ്, യു വവലാണ്. ഇനി ഇതല്ലാതെ വേറെ ഏതെങ്കിലും എലമെന്റ് വവലായിട്ടുണ്ടോ? ഇല്ല. ഇപ്പം ബി എന്ന് പറയുന്ന എലമെന്റ് അല്ലെ ബി എന്ന് പറയുന്ന ലെറ്റർ വവലാണോ? അല്ല. പക്ഷെ അതിവിടെ ഉണ്ടോ? ഈ സെറ്റിലില്ല. മനസ്സിലായില്ലേ? അല്ലെങ്കിൽ എച്ച് എന്ന് പറയുന്ന ലെറ്റർ വവലാണോ? അല്ല. അത് ഈ സെറ്റിലുണ്ടോ? ഇല്ല. അപ്പോൾ ഈ സെറ്റിലെ എലമെന്റിന് മാത്രമുള്ള പ്രത്യേകത, ഇവയ്ക്ക് ഓരോന്നിനുമുള്ള സ്വഭാവം, അതായത് പൊതു സ്വഭാവം, ഈ 5 എലമെന്റുമുള്ള പൊതു സ്വഭാവം എന്താണോ അതാണ് നമ്മൾ ഇവിടെ എഴുതുന്നത്. ആ പൊതു സ്വഭാവം എന്താ? ഇവ എന്താണ്? വവൽസ് ആണ് അല്ലേ? അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതും സെറ്റ് ബിൽഡർ ഫോമിൽ? ശ്രദ്ധിച്ചോ, പേരെടുത്തെഴുതി എ ഇസ് ഈക്വൽ ടു, ഇനി എന്ത് ചെയ്യണം? ഈ സെറ്റിന്റെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു, എക്സ് സച്ച് ദാറ്റ്. ഈ എക്സ് എന്താ എഴുതുന്നത്? ഈ എലമെന്റ്സിനെ ഓരോന്നിനെയും കൂടി റെപ്രസെന്റ് ചെയ്യുന്നതാണ് എക്സ് എന്ന് പറയുന്ന ലെറ്റർ. കോമൺ ആയിട്ട് ഇവയെല്ലാം കൂടി കോമൺ ആയിട്ട് നമ്മൾ എക്സ് എന്ന് എടുക്കുന്നു. അതിനുശേഷം ഇവിടെ 2 ഡോട്ട് കണ്ടോ? കോളൻ. അതിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന സച്ച് ദാറ്റ് എന്ന് പറയും. ഈ 2 ഡോട്ട് കണ്ടാൽ എന്ന് പറയണം? സച്ച് ദാറ്റ്. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ചെരിഞ്ഞ വരയും കൊടുക്കാം, സച്ച് ദാറ്റ്.
എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ വവൽ ഇൻ ദി ഇംഗ്ലീഷ് ആൽഫബറ്റ്. കണ്ടോ, നമ്മളിപ്പോൾ എങ്ങനെ എഴുതി? സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതിയേക്കുവാണ്. ഈ ഒരു സെറ്റിനെ, വവൽസ് എന്ന് പറയുന്ന ഈ സെറ്റിനെ സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതി. എങ്ങനെ എഴുതി? ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു, എക്സ് സച്ച് ദാറ്റ്. ഇനി ഈ എക്സിൻ്റെ പ്രത്യേകത എന്താണ്? ഇവ ഓരോന്നും എക്സുകളാണ്. ഓക്കെ, ഇവ ഓരോന്നിനെ നമ്മൾ എക്സ് ആയിട്ടാണ് എടുക്കുന്നത്. അതുകൊണ്ട് എക്സ് സച്ച് ദാറ്റ്. ഇനി എക്സ് എന്താണ്? എക്സ് ഈസ് എ വവൽ ഇൻ ദി ഇംഗ്ലീഷ് ആൽഫബറ്റ്. ക്ലിയർ ആയോ? എക്സ് എ ആയിട്ട് എടുക്കുക. അപ്പോൾ എന്താണ്? എ ഈസ് എ വവൽ ഇൻ ദി ഇംഗ്ലീഷ് ആൽഫബറ്റ്. ഇനി എക്സ് ഇ ആയിട്ട് എടുത്താലോ? ഇ ഈസ് എ വവൽ ഇൻ ദി ഇംഗ്ലീഷ് ആൽഫബറ്റ്. ഐ ആയിട്ട് എടുത്താലോ? ഐ ഈസ് എ വവൽ ഇൻ ദി ഇംഗ്ലീഷ് ആൽഫബറ്റ്. ക്ലിയർ ആയില്ലേ? യു വരെ പോയാൽ യു എന്താണ്? യു ഈസ് എ വവൽ ഇൻ ദി ഇംഗ്ലീഷ് ആൽഫബറ്റ്. ഇനി വവൽസ് വേറെ ഏതെങ്കിലും പുറത്തുണ്ടോ? പുറത്ത് ലെറ്റർ ആയിട്ടുണ്ടോ? ഇല്ല, നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഈ 5 ലെറ്റർ മാത്രമേ വവൽസ് ആയിട്ടുള്ളൂ. മനസ്സിലായില്ലേ? അപ്പോൾ ഇനി ഈ വവലായിട്ട് സെറ്റിലല്ലാതെ വേറെ എലമെൻ്റ് ഉണ്ടാകാൻ പാടില്ല. അതാണ് എനി എലമെൻ്റ് ഔട്ട്സൈഡ് ദ സെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കോമൺ സ്വഭാവം വന്ന എലമെൻറ്റ്സ് എല്ലാം നമ്മൾ എടുത്തെഴുതി. എന്നിട്ട് അതിനെ പൊതുവായിട്ട് എക്സ് എന്ന് റെപ്രസെൻറ്റ് ചെയ്തു. സച്ച് ദാറ്റ് എക്സ് ഈസ് എ വവൽ ഇൻ ദി ഇംഗ്ലീഷ് ആൽഫബറ്റ്. ക്ലിയർ ആയില്ലേ? അപ്പോൾ ഈ സെറ്റ് വായിക്കുമ്പോൾ ഇങ്ങനെ വായിച്ച് പഠിക്കണേ. എ ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ്. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ശ്രദ്ധിക്കുക. എങ്ങനെയാണ് പറയുന്നത്? സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ വവൽ ഇൻ ദി ഇംഗ്ലീഷ് ആൽഫബറ്റ്. എല്ലാവരും ഒന്നും കൂടി പറഞ്ഞു നോക്കിയേ. എ ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ വവൽ ഇൻ ദി ഇംഗ്ലീഷ് ആൽഫബറ്റ്. ക്ലിയർ ആയില്ലേ? ഇനി സെക്കൻഡ് എക്സാമ്പിൾ. ലെറ്റ് ബി ബി ദി സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് ലൈസ് ബിറ്റ്വീൻ 3 and 10. ഇതിനെ സെറ്റ് ബിൽഡർ ഫോമിലേക്ക് എഴുതണം. നമ്മുടെ സെറ്റ് എന്താ? ബി ബി ദി സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് ലൈസ് ബിറ്റ്വീൻ 3 and 10. 3ക്കും 10നും ഇടയിലുള്ള നാച്ചുറൽ നമ്പറിൻ്റെ സെറ്റിനെയാണ് എന്ത്? ബി റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അതിനകത്ത് എലമെൻറ്റ്സ് ഏതൊക്കെയാണെന്നറിയാം. ഏതൊക്കെയാണ് വരുന്നത്? 3ക്കും 10നും ഇടയിലുള്ള നാച്ചുറൽ നമ്പേഴ്സ് 4, 5, 6, 7, 8, 9 അല്ലേ? 3ക്കും 10നും ഇടയിലുള്ളതാണ്. അപ്പോൾ 3യും 10ഉം വരില്ല. 4, 5, 6, 7, 8, 9. അപ്പോൾ ഇത് നിങ്ങൾ എഴുതണ്ട കേട്ടോ. ഈ റെഡ് ലെറ്ററിൽ ഞാനിവിടെ എഴുതിയൊക്കെ നിങ്ങൾ എഴുതണ്ട. അത് നിങ്ങൾക്ക് എലമെൻറ്റ്സ് ഏതാണെന്ന് മനസ്സിലാകാൻ വേണ്ടി ഞാൻ എഴുതിയതുള്ളൂ. നോട്ടിൽ എഴുതുമ്പോൾ ഇവ എഴുതണ്ട. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ബി ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് എന്താണ്? എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ ആൻഡ് 3 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 10. എക്സിൻ്റെ വാല്യൂ 3ക്കും 10നും ഇടയിലാണ്. ക്ലിയർ ആയോ? അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതിയത്? സെറ്റ് ബിൽഡർ ഫോമിൽ എങ്ങനെ എഴുതിയത്? ഈ ബി എന്ന് പറയുന്ന സെറ്റിനെ ബി ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ്. ഇനി എക്സിൻ്റെ സ്വഭാവം, പൊതു സ്വഭാവം അല്ലെങ്കിൽ കോമൺ പ്രോപ്പർട്ടി അതെന്താണ് നമ്മൾ പറയുന്നു. എക്സ് എന്താണ്? എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ. നാച്ചുറൽ നമ്പറും ആണ്. ആൻഡ് 3ക്കും 10നും ഇടയിലുള്ള നാച്ചുറൽ നമ്പറാണ്. ക്ലിയർ ആയില്ലേ? ഓക്കെ. തേർഡ് വൺ. Let C be the set of all natural numbers which divide 42. C എന്ന് പറയുന്ന സെറ്റ് എന്താ? സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് വിച്ച് ഡിവൈഡ് 42 അല്ലേ? നമ്മൾ നേരത്തെ എഴുതിയ സെറ്റാണ്. അപ്പോൾ നമുക്ക് അതിനകത്ത് മെമ്പേഴ്സ് ഏതൊക്കെയാണെന്നറിയാം. 42നെ ഡിവൈഡ് ചെയ്യുന്ന ഏതൊക്കെയാണ്? 1, 2, 3, 6, 7, 14, 21, 42 അല്ലേ? ഇത്ര എലമെൻറ്റ്സ് ആണുള്ളത്. അപ്പോൾ ഇവയെല്ലാം എന്താണ്? 42ൻ്റെ ഡിവൈസേഴ്സ് ആണ്. അപ്പോൾ നമുക്ക് അതിനെങ്ങനെ സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതാം? സി ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ ഇവിടെ എക്സ് ഒന്ന് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്, അത് വേണ്ട കേട്ടോ. എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ. എക്സ് നാച്ചുറൽ നമ്പർ ആണെന്ന് നമ്മളോട് പറയുന്നുണ്ട് അല്ലേ? സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ വിച്ച് ഡിവൈഡ്സ് 42 അല്ലേ? കോമൺ പ്രോപ്പർട്ടി നമ്മൾ എഴുതി. ക്ലിയർ ആയില്ലേ? ഓക്കെ. ഇനി നമ്മൾ ഇപ്പം നമുക്ക് നമ്മൾ സെറ്റിൻ്റെ റെപ്രസെൻറ്റേഷനാണ് പഠിച്ചത്. 2 രീതിയിൽ സെറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യാമെന്ന് പഠിച്ചു. ഏതൊക്കെയായിരുന്നു? ആദ്യത്തെ ഏതൊക്കെയായിരുന്നു? റോസ്റ്റർ മെത്തേഡ് ഓർ ടാബുലാർ ഫോം. രണ്ടാമത്തെ എന്താണ്? സെറ്റ് ബിൽഡർ ഫോം അല്ലേ? ഒരു സെറ്റ് ബിൽഡ് ചെയ്യുവാണ്, സെറ്റ് ബിൽഡർ ഫോം. അപ്പോൾ അത് രണ്ടും ഓർത്തിരിക്കണം. ആദ്യത്തേൽ നമ്മൾ ബ്രാക്കറ്റ് ഇടുക, എലമെൻസിനെ കോമയിട്ട് നിരത്തി എഴുതുന്നു, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു. രണ്ടാമത്തേതിനകത്ത് എന്താ ചെയ്യുന്നത്? രണ്ടാമത്തേന്ന് പറഞ്ഞാൽ സെറ്റ് ബിൽഡർ ഫോമിൽ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു,
എക്സ് സച്ച് ദാറ്റ്. അത് വായിക്കുന്നത് എങ്ങനെയാ? സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ്. ഇനി ആ എക്സ് എന്ന് പറയുന്ന ആ സെറ്റിൽ വരുന്ന ഓരോ എലമെൻറ്റിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതിൻ്റെ കോമൺ പ്രോപ്പർട്ടി അല്ലെങ്കിൽ പൊതു സ്വഭാവം എന്താണെന്ന് എഴുതി സെറ്റിലെ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു. ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് കുറച്ച് പ്രോബ്ലംസ് നോക്കാം. റൈറ്റ് ദി ഫോളോയിങ് സെറ്റ്സ് ഇൻ റോസ്റ്റർ ഫോം. അപ്പം നമുക്ക് കുറച്ച് സെറ്റ് തന്നിട്ടുണ്ട്. അതിനെ റോസ്റ്റർ ഫോമിലേക്ക് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് വൺ, എ ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് ആൻ ഇൻറ്റിജർ ആൻഡ് -3 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 7. അപ്പോൾ ഈ സെറ്റ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ നോക്കിയേ, ഇത് ഏത് ഫോമിലാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്? ഏത് ഫോമിലാണ്? സെറ്റ് ബിൽഡർ ഫോമിലാണ് തന്നിരിക്കുന്നത് അല്ലേ? ഈ സെറ്റ് ബിൽഡർ ഫോമിൽ തന്നിട്ട് നിങ്ങളോട് എങ്ങനെ എഴുതാനാണ് പറയുന്നത്? റോസ്റ്റർ ഫോമിലേക്ക് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 2 മെത്തേഡും പഠിച്ചതാണ്. അപ്പം നമുക്ക് എന്ത് നോക്കണം? ഇവിടുത്തെ പൊതു സ്വഭാവം എന്താ? എക്സ് ഈസ് ആൻ ഇൻറ്റിജർ ആൻഡ് -3 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 7. എക്സ് ഇൻറ്റിജർ ആണ്, -3ക്കും 7നും ഇടയിലുള്ള ഇൻറ്റിജേഴ്സ് ആണ് അല്ലേ? അപ്പോൾ നമുക്ക് എങ്ങനെ റോസ്റ്റർ ഫോമിൽ എഴുതും? എ ഈസ് ഈക്വൽ ടു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു, -3ക്കും 7നും ഇടയിലുള്ള ഇൻറ്റിജേഴ്സ് അല്ലേ? ഏതൊക്കെയാണ് വരുന്നത്? പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് എന്ന് പറയുന്നില്ല, ഇൻറ്റിജേഴ്സ് അല്ലേ? അപ്പോൾ നെഗറ്റീവും വരും, പോസിറ്റീവും വരും, 0യും വരും. -2, -1, 0, 1, 2, 3, 4, 5, 6. ഓക്കെ, ഇവിടെ ഏതെങ്കിലും എലമെന്റ് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഇനി ഈ ഓർഡർ നിങ്ങൾക്ക് -2, -1, 0, 1 അങ്ങനെ ഈ ഓർഡർ തന്നെ എഴുതണമെന്നില്ല, എലമെന്റ്സ് ഓർഡർ മാറ്റി എഴുതാം. ഓക്കെ, സെക്കൻഡ് വൺ, ബി ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ 2-digit നാച്ചുറൽ നമ്പർ സച്ച് ദാറ്റ് ദ സം ഓഫ് ഇറ്റ്സ് ഡിജിറ്റ് ഈസ് 8. എന്താ പറയുന്നത്? ഒന്നും കൂടെ വായിക്കാം. എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ 2-digit നാച്ചുറൽ നമ്പർ, 2 അക്കമുള്ള നാച്ചുറൽ നമ്പറാണ്. പിന്നെയോ സം ഓഫ് ഇറ്റ്സ് ഡിജിറ്റ് ഈസ് 8. ഈ 2 ഡിജിറ്റും ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടണം? 8 കിട്ടണം. അങ്ങനെയുള്ള 2-digit നമ്പേഴ്സിൻ്റെ സെറ്റ് എഴുതാനാണ് പറയുന്നത്. ക്ലിയർ ആയില്ലേ? അപ്പോൾ ഏതൊക്കെയായിരിക്കും വരുന്നത്? 2-digit നമ്പർ എന്ന് പറയുമ്പോൾ എവിടെ മുതൽ വരും? 10 മുതൽ 99 വരെ വരും അല്ലേ? അപ്പോൾ അതിൻ്റെ ആ 2 ഡിജിറ്റ്, ആ 2 അക്കങ്ങൾ ആഡ് ചെയ്യുമ്പോൾ എത്രയേ കിട്ടാവുള്ളൂ? 8 കിട്ടാവുള്ളൂ. അപ്പോൾ ആദ്യത്തെ എലമെൻറ്റ് 2-digit 10 ആണ്. അതിൻ്റെ ഡിജിറ്റ് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 1 + 0, 1 കിട്ടുള്ളൂ അല്ലേ? നമുക്ക് എത്ര വരണം? 8 കിട്ടണം. അടുത്ത 11 ആണ്. അതിൻ്റെ ഡിജിറ്റ് 1 + 1, അപ്പോൾ എത്ര കിട്ടുള്ളൂ? 2 കിട്ടുള്ളൂ. അപ്പോൾ 8 കിട്ടുമോ? ഇല്ല. അപ്പോൾ അങ്ങനെ നോക്കിക്കേ, 8 കിട്ടുന്ന ഏതാ വരുന്നത്? അടുത്ത് നമ്മളൊരു 16 എടുത്തേ. 1 + 6 എത്ര വന്നു? 7 വന്നുള്ളൂ. 8 വന്നോ? ഇല്ല. അപ്പോൾ അടുത്തത് ഏതായിരിക്കും? 17 അല്ലേ? 1 + 7 എത്ര വന്നു? 8 വന്നു. നോക്കിക്കേ, ബി ഈസ് ഈക്വൽ ടു 17, 1 + 7 എത്ര വന്നു? 8 കിട്ടിയില്ലേ? ഇനി അടുത്തത് 17 കഴിഞ്ഞാൽ അടുത്ത് എങ്ങോട്ടേക്ക് പോകും? ഇനി അതിൻ്റെ മുകളിലേക്ക് നോക്കിയോ, 8 കിട്ടണം, സം 8 കിട്ടണം. അപ്പോൾ അടുത്ത് 20ക്ക് മുകളിലേക്ക് പോകും. 20ക്കും 30ക്കും ഇടയിലുണ്ടോ എന്ന് നോക്കി. അപ്പോൾ ഏത് വരും? 26 അല്ലേ? 2 + 6 8. ഇനി 30ക്കും 40ക്കും ഇടയിലേക്ക് പോയിക്കേ. അപ്പോൾ ഏത് വരും? 35. 3 + 5 8 അല്ലേ? അടുത്തതോ? അടുത്ത ഇത് ഈ ഒരു പാറ്റേൺ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കണം. നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും എന്തായിരിക്കും. ഇവിടുത്തെ ആദ്യത്തെ ലെറ്റർ 1 ആണ്. ഇവിടെ അടുത്ത 1 കൂടി 2 വന്നു, അടുത്ത 1 കൂടി 3 വന്നു. സെക്കൻഡ് ലെറ്റർ നോക്കിയേ, ഇവിടെ 7 ആയിരുന്നു, പിന്നെ അടുത്ത് വരുമ്പോൾ 1 കുറഞ്ഞ് 6 ആയി, പിന്നെ 1 കുറഞ്ഞ് 5 ആയി. അങ്ങനെയാണെങ്കിൽ അടുത്ത ലെറ്റർ എന്ത് വരാം നിങ്ങൾക്ക്? ഈ പാറ്റേൺ ഉള്ളതുകൊണ്ട് ഞാനിങ്ങനെ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അടുത്ത 3 കഴിഞ്ഞാൽ ഇവിടെ 4 വരാം. ഇവിടെ നിന്ന് 1 പറയുമ്പോൾ എത്ര വന്നു? 4. 4 + 4 8. ഓക്കെ, അടുത്ത ഏത് വരാം? 4ൽ നിന്നൊന്ന് ആഡ് ചെയ്യുക, അപ്പോൾ 5. ഇവിടെ 4ൽ നിന്ന് 1 കുറഞ്ഞു, അപ്പോൾ 3, 53 അല്ലേ? 5 + 3 എത്രയാ? 8. ആ ഒരു പാറ്റേൺ മനസ്സിലായതുകൊണ്ട് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതുള്ളൂ കേട്ടോ. അടുത്ത ഏതായിരിക്കും? 62 അല്ലേ? 6 + 2 8. അടുത്ത ഏതാണ്? 71 അല്ലേ? 7 + 1 8. ഇവിടെ നമ്മൾ 17 എഴുതിയിട്ടുണ്ട്, അത് നേരെ തിരിഞ്ഞാൽ 71 ആയി. അതുപോലെ 26 2 ഡിജിറ്റ് അല്ലേ? ആ 2 ഡിജിറ്റും കൂടി ആഡ് ചെയ്യുമ്പോൾ 8 കിട്ടണം. ഇപ്പോൾ ഇവിടെ 62 അല്ലേ? ഇനി 71 കഴിഞ്ഞാൽ പിന്നെ ഏതായിരിക്കും വരുന്നത്? 80 അല്ലേ? 8 + 0 8. ഇനി അതിൻ്റെ മുകളിലേക്ക് വരുമോ ഏതെങ്കിലും? 80ക്ക് മുകളിലേക്ക് ഏതെങ്കിലും വരുമോ? ഇല്ല. 80ക്ക് മുകളിലേക്ക് ഏതെങ്കിലും
ഒരു ഡിജിറ്റ് 2 ഡിജിറ്റ് നമ്പർ എടുത്താൽ അതിൻ്റെ സം എത്രയായിരിക്കും? 8ന് മുകളിലായിരിക്കും അല്ലേ? അപ്പോൾ നമുക്ക് എലമെൻറ്റ്സ് കിട്ടി. സെറ്റ് ബി ഈസ് ഈക്വൽ ടു 17, 26, 35, 44, 53, 62, 71, 80. ക്ലിയർ ആയില്ലേ? അടുത്ത് സി ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ ആൻഡ് ഡിവൈസർ ഓഫ് 6. എന്താ പറയുന്നത്? എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ ആൻഡ് ഡിവൈസർ ഓഫ് 6 അല്ലേ? അപ്പോൾ ഡിവൈസർ ഓഫ് 6, 6ൻ്റെ ഡിവൈസേഴ്സ് ഏതൊക്കെയാണ്? നമുക്കറിയാം. ഏതൊക്കെയാണ് 6ൻ്റെ ഡിവൈസേഴ്സ്? പിന്നെ പറയുന്നുണ്ട് നാച്ചുറൽ നമ്പറാണെന്നും പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ പോസിറ്റീവ് നമ്പേഴ്സ് മാത്രമേ വരുള്ളൂ. നാച്ചുറൽ നമ്പറാണ് ഡിവൈസർ ഓഫ് 6. അപ്പോൾ ഏതൊക്കെ വരും? 1, 2, 3, 6. ക്ലിയർ ആയില്ലേ? അടുത്തത് D is equal to set of all x such that x is a prime number and a divisor of 6. ഈ രണ്ട് ക്വസ്റ്റ്യൻ തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായോ? ഇവിടെ എന്താ പറയുന്നത്? എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ ആൻഡ് ഡിവൈസർ ഓഫ് 6. ഇവിടെ എന്താ? എക്സ് ഈസ് എ പ്രൈം നമ്പർ ആൻഡ് ഡിവൈസർ ഓഫ് 6. അപ്പോൾ പ്രൈം നമ്പർ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചില്ലേ? എന്തായിരുന്നു പ്രൈം നമ്പർ? ഈ 6 എന്ന് പറയുന്ന എലമെൻറ്റിൻ്റെ അല്ലെങ്കിൽ നമ്പറിൻ്റെ പ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ് വരുന്നത്? ഡിവൈസറാണ്, അത് പ്രൈമും ആയിരിക്കണം. ഇപ്പോൾ പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ ഏതാ വരുന്നത്? പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫാക്ടേഴ്സ് അതും ആ നമ്പറും 1ഉം മാത്രമായിരിക്കും അല്ലേ? അതായത് 2 ഫാക്ടേഴ്സ് അല്ലെങ്കിൽ 2 ഡിവൈസേഴ്സ് ആ നമ്പർ കൊണ്ടും 1 കൊണ്ടും മാത്രമേ ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് നമ്മൾ പ്രൈം നമ്പർ പഠിച്ചതാണ്. ഇനി ഏറ്റവും ചെറിയ പ്രൈം നമ്പർ ഏതാണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, അതായിരുന്നു 2 ആണ്. അപ്പോൾ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക? ഇതിൻ്റെ ഡിവൈസേഴ്സ് 6ൻ്റെ ഡിവൈസേഴ്സ് നോക്കുക. ഇവിടെ നമ്മൾ എഴുതിയിട്ടുണ്ട് 6ൻ്റെ ഡിവൈസേഴ്സ് 1, 2, 3, 6 ആണ്. ഇനി അതെന്തായിരിക്കണം എന്ന് ഇവിടെ പറയുന്നുണ്ട്? പ്രൈമും കൂടി ആയിരിക്കണം. അപ്പോൾ ഇതിനകത്ത് ഇത് 6ൻ്റെ ഡിവൈസേഴ്സ് ആണ്. അതിൽ പ്രൈം ആയിട്ടുള്ള നമ്പേഴ്സ് ഏതൊക്കെയാണ് വരുന്നതെന്ന് എഴുതിയാൽ പോരെ? ഏതൊക്കെയാണ് വരുന്നത്? 2, 3 അല്ലേ? അപ്പം എക്സ് ഈസ് എ പ്രൈം നമ്പർ ആൻഡ് ഡിവൈസർ ഓഫ് 6 എന്ന് പറഞ്ഞാൽ ഏത് വരും? ഡി ഈസ് ഈക്വൽ ടു സെറ്റ് 2, 3. ക്ലിയർ ആയില്ലേ? ഇനി ഈ ഒരു ക്വസ്റ്റ്യൻ ഈ പ്രൈം നമ്പർ അല്ലെങ്കിൽ ഈ ഡിവൈസർ പ്രൈം നമ്പർ ആൻഡ് ഡിവൈസർ അത് മനസ്സിലാക്കാൻ വേണ്ടി ഒരു ക്വസ്റ്റ്യൻ കൂടി തന്നതാണ്. എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ പ്രൈം നമ്പർ വിച്ച് ഈസ് ഡിവൈസർ ഓഫ് 60. അപ്പോൾ ആദ്യം നമുക്ക് എന്താ 60യുടെ ഡിവൈസേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. 1, 2, 3, 5, 6, 10, 12, 15, 20, 30, 60 ഇതൊക്കെ എന്താണ്? 60യുടെ ഡിവൈസറാണ്. ഇനി എന്തായിരിക്കണം? ആ ഡിവൈസർ എന്തായിരിക്കണം? പ്രൈം നമ്പർ ആയിരിക്കണം അല്ലേ? ആ പ്രൈം നമ്പർ ആയിട്ടുള്ള ഡിവൈസേഴ്സ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് പ്രൈം നമ്പർ വരുന്നത്? പറഞ്ഞോ. 2, 3, 5 അല്ലേ? ബാക്കിയുള്ളതൊന്നും പ്രൈം അല്ലല്ലോ. അപ്പം പ്രൈം നമ്പർ വിച്ച് ഇസ് എ ഡിവൈസർ ഓഫ് 16. അപ്പോൾ ഏതാ വരുന്നത്? സെറ്റ് 2, 3, 5. അപ്പോൾ ക്ലിയർ ആയില്ലേ? ഈ എക്സാമ്പിളെല്ലാം നന്നായി നോക്കി മനസ്സിലാക്കി എഴുതിയെടുക്കണം കേട്ടോ. അടുത്ത ഒരെണ്ണം ഇ ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ ലെറ്റർ ഇൻ ദി വേർഡ് മാത്തമാറ്റിക്സ്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഇവിടെ മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന വേർഡിൻ്റെ ലെറ്റർ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് ടാബുലാർ ഫോമിൽ അല്ലേ? അപ്പോൾ ഇ ഈസ് ഈക്വൽ ടു സെറ്റ് ഓരോ ലെറ്ററും ഇവിടെ തന്നിരിക്കുന്ന ലെറ്റർ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആണ്, അതായത് ഒരു വേർഡാണ്, അത് ക്യാപിറ്റൽ ലെറ്റേഴ്സിലാണ് തന്നിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഓരോ എലമെൻ്റ് എഴുതുമ്പോൾ ഇതിനകത്തുള്ള അതേ ലെറ്റർ തന്നെ എടുത്തെഴുതുക. ഇ ഈസ് ഈക്വൽ ടു എം, എ, ടി, എച്ച്, ഇ. പിന്നെ അടുത്ത് എന്താ വരുന്നത്? എം ആണ് വരുന്നത് അല്ലേ? അപ്പം നമ്മൾ പറഞ്ഞു ഒരു എലമെൻ്റ് റിപ്പീറ്റ് ചെയ്ത് എഴുതണോ? 2 പ്രാവശ്യം എഴുതണോ? വേണ്ട. എം നമ്മൾ ഓൾറെഡി ഇവിടെ എഴുതിയിട്ടുണ്ട്, അതുകൊണ്ട് പിന്നെ ഇനി എം എഴുതേണ്ട ആവശ്യമില്ല. അതുപോലെ അടുത്ത് ഇവിടെ എ ആണ്. എ ഓൾറെഡി നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്, പിന്നെ എ എഴുതേണ്ട ആവശ്യമില്ല. പിന്നെ ഏതാ വരുന്നത്? ടി, എച്ച്, ഇ അല്ലേ? പിന്നെ ഏതാ? ഐ, സി, എസ് ആയില്ലേ? എം, എ, ടി, എച്ച്, ഇ. പിന്നെ ടി എഴുതിയിട്ടുണ്ട്, ഐ, സി, എസ്. ഓക്കെ, ക്ലിയർ ആയില്ലേ? റിപ്പീറ്റ് ചെയ്ത് എഴുതണ്ട. ഒരു ലെറ്റർ 2 പ്രാവശ്യം വന്നാൽ അത് ഒറ്റ പ്രാവശ്യം എഴുതിയാൽ മതി. അടുത്ത ക്വസ്റ്റ്യൻ എഫ് ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് ആൻ ഓഡ് നാച്ചുറൽ നമ്പർ. ഓഡ് നാച്ചുറൽ നമ്പർ എഴുതിൻ്റെ സെറ്റ് നമുക്കറിയാലോ. ഏതാ വരുന്നത്? എഫ് ഈസ് ഈക്വൽ ടു 1, 3, 5, 7. ഇതിങ്ങനെ ഒരു പാറ്റേണിൽ പോവാണ് അല്ലേ? എക്സെട്ര. ബാക്കി ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവാണ്. കുറേ നമ്പേഴ്സ് ഉണ്ട് അല്ലേ? അപ്പം ബാക്കിയുള്ളത് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോവാണ്. അപ്പം നമ്മൾ എവിടെ എന്തെഴുതുന്നു? ആദ്യത്തെ ഒരു 2 3 എഴുതിയതിന് ശേഷം എക്സെട്ര 3 ഡോട്ട് ഇട്ട് കൊടുക്കുന്നു. ക്ലിയർ അല്ലേ?
അടുത്തത് G is equal to set of all x such that x is an integer minus 1/2 less than x less than 9/2. ശ്രദ്ധിക്കണേ, ഇത് പലപ്പോഴും കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ തെറ്റിക്കാറുണ്ട്. അപ്പോൾ ശ്രദ്ധിച്ചെഴുതുക. എന്താ പറയുന്നത്? എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് ആൻ ഇൻറ്റിജർ മൈനസ് 1/2 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 9/2. അതായത് -1/2നും 9/2നും ഇടയിലുള്ള ഇൻറ്റിജർ ആണെന്ത്? എക്സ്. ക്ലിയർ ആയില്ലേ? അപ്പോൾ ഇൻറ്റിജർ എന്ന് പറഞ്ഞാൽ ഫ്രാക്ഷൻസ് വരുമോ പിന്നെ അവിടെ? ഇല്ല. അപ്പോൾ പലപ്പോഴും കുട്ടികൾ ഇങ്ങനെ ഫ്രാക്ഷൻസ് ഉള്ള ലെറ്റേഴ്സ് ഇങ്ങനെ എഴുതി വെക്കും അല്ലേ? ഇൻറ്റിജർ എന്ന് പറഞ്ഞാൽ ഫ്രാക്ഷൻസ് വരില്ല. അപ്പോൾ ഏതൊക്കെയാണ് വരുന്നത്? -1/2നും 9/2നും ഇടയിലുള്ളതാണ്. -1/2 എന്ന് പറഞ്ഞാൽ എത്ര വന്നു? -0.5 വന്നു അല്ലേ? -0.5നും പിന്നെ 9/2 എന്ന് പറയുമ്പോൾ എത്ര വരും? 4.5. അപ്പം -0.5നും 4.5നും ഇടയിലുള്ള ഇൻറ്റിജേഴ്സ് ഏതൊക്കെയാണ് വരുന്നത്? -0.5 കഴിഞ്ഞാൽ പിന്നെ തൊട്ടടുത്ത ഇൻറ്റിജർ ഏതാ വരുന്നത്? 0 അല്ലേ? 0 പിന്നെ 1 2 3 4 അടുത്ത് വരുമോ? 5 വരുമോ? ഇല്ല. എന്തുകൊണ്ട്? 9/2 വരെയാണ് പറഞ്ഞിരിക്കുന്നത്. 9/2 എന്ന് പറയുമ്പോൾ 4.5. അപ്പോൾ നമുക്ക് ഏതാ വേണ്ടത്? ഇൻറ്റിജർ മാത്രം മതി. അപ്പോൾ 4.5 ഇൻറ്റിജർ ആണോ? അല്ല, 4. പിന്നെ അടുത്തതില്ല, 5ലേക്ക് പോയില്ല. കാരണം 9/2 വരേ ഉള്ളൂ. എക്സിൻ്റെ വാല്യൂ -1/2നും 9/2നും ഇടയിലാണ്. അപ്പോൾ ശ്രദ്ധിക്കണം, ഇൻറ്റിജർ ആണ് പറഞ്ഞിരിക്കുന്നത്, പ്രത്യേകം നോട്ട് ചെയ്യണം. അപ്പോൾ 0 1 2 3 4 വരെയേ വരുള്ളൂ. ഓക്കെ. അടുത്തത് H is equal to set of all x such that x is a positive integer and x square less than 40. എല്ലാവരും തന്നെത്താനൊന്ന് എഴുതിക്കേ. അതിനുശേഷം ഞാൻ ആൻസർ പറയാം. അപ്പം നമ്മൾ ഇത്ര എക്സാമ്പിൾ ചെയ്തില്ലേ? ഓക്കെ, എഴുതിയില്ലേ? എന്താ കിട്ടിയത്? ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? എക്സ് ഇസ് എ പോസിറ്റീവ് ഇൻറ്റിജർ ആണ്, എക്സ് സ്ക്വയർ ലെസ് ദാൻ 40 ആണ്. പ്രത്യേകം പറയുന്നുണ്ട് പോസിറ്റീവ് ഇൻറ്റിജർ ആണെന്ന് അല്ലേ? കാരണം നെഗറ്റീവിൻ്റെ പോസിറ്റീവിനും സ്ക്വയർ ഒരേ നമ്പർ വരാം. അപ്പോൾ പോസിറ്റീവ് ഇൻറ്റിജർ എന്ന് എടുത്ത് പറയുന്നുണ്ട്. ഇനി അതിൻ്റെ സ്ക്വയർ എന്തായിരിക്കണം? ലെസ് ദാൻ 40 ആയിരിക്കണം. ഇതാണോ നിങ്ങൾക്ക് കിട്ടിയത്? എല്ലാവർക്കും കിട്ടിയല്ലേ? 1 2 3 4 5 6 അല്ലേ? 1ൻ്റെ സ്ക്വയർ 1 ലെസ് ദാൻ 40 ആണ്, 2ൻ്റെ സ്ക്വയർ 4 ലെസ് ദാൻ 40 ആണ്, 3ൻ്റെ സ്ക്വയർ 9 ലെസ് ദാൻ 40 ആണ്, 4ൻ്റെ സ്ക്വയർ 16 ലെസ് ദാൻ 40 ആണ്, പിന്നെ 5ൻ്റെ സ്ക്വയർ 25 ലെസ് ദാൻ 40 ആണ്, 6ൻ്റെ സ്ക്വയർ എത്ര വന്നു? 36 ലെസ് ദാൻ 40 ആണ്. ഇനി അടുത്ത വരുമോ? അടുത്ത എലമെൻ്റ് നമ്പർ 7 വന്നാലോ അതിൻ്റെ സ്ക്വയർ എത്ര വരും? 49 ആണ് വരുന്നത്. പക്ഷേ നമ്മളോട് പറയുന്നുണ്ട് എക്സ് സ്ക്വയർ ലെസ് ദാൻ 40 എന്ന് പറയുന്നുണ്ട് അല്ലേ? അപ്പോൾ എവിടം വരെ വരും? 6 വരെ. എല്ലാവർക്കും കിട്ടിയില്ലേ? ഓക്കെ. അപ്പോൾ ഇനി അടുത്തത് തന്നിരിക്കുന്നത് റൈറ്റ് ദി സെറ്റ്സ് ഇൻ സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതാനാണ്. അതായത് നമുക്ക് ടാബുലാർ ഫോമിൽ തരും, അതിനെ സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതണം. അപ്പോൾ ഇത്രയും നേരം നമ്മൾ ചെയ്ത് എന്തായിരുന്നു? സെറ്റ് ബിൽഡർ ഫോമിൽ തന്നിട്ട് ടാബുലാർ ഫോമിൽ എഴുതാനാണ് തന്നിരുന്നത് അല്ലേ? നോക്കാം നമുക്ക്. ഫസ്റ്റ് വൺ സെറ്റ് 3 6 9 12 ഇതാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ എന്തിലേക്ക് എഴുതണം? സെറ്റ് ബിൽഡർ ഫോമിലേക്ക് എഴുതണം. അപ്പോൾ സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതുമ്പോൾ ശ്രദ്ധിച്ചേ, ഇതിനകത്തുള്ള എലമെൻസിൻ്റെ കോമൺ പ്രോപ്പർട്ടി അല്ലേ, അല്ലെങ്കിൽ കോമൺ ക്യാരക്ടറിസ്റ്റിക്, പൊതു സ്വഭാവം എന്താണ് അതാദ്യം നോക്കി മനസ്സിലാക്കുക. എന്നിട്ട് അതെന്താണെന്ന് എഴുതുക. നോക്കിക്കേ, 3 6 9 12 കിട്ടിയോ എല്ലാവർക്കും? എന്താ വരുന്നത്? 3 × 1 3 അല്ലേ? അടുത്ത എലമെൻറ്റ് 6 ആണ്. അപ്പോൾ 3 × 2 6 അല്ലേ? അടുത്തതോ 3 × 3 9. അടുത്തതോ 3 × 4 12 അല്ലേ? മൾട്ടിപ്പിൾസ് ആയിട്ടല്ലേ വന്നിരിക്കുന്നത്? 3യുടെ മൾട്ടിപ്പിൾസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ നമുക്കിങ്ങനെ പൊതുവായി എങ്ങനെ എഴുതാം? സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈക്വൽ ടു 3n. ഇവിടെ 2 എക്സ് വന്നിട്ടുണ്ട്, ടൈപ്പ് ചെയ്തപ്പോൾ മിസ്റ്റേക്ക് ആണ്, ഒരു എക്സേ ഉള്ളൂ. എക്സ് സച്ച് ദാറ്റ് എക്സ് ഈക്വൽ ടു 3 × n. n ബിലോങ്സ് ടു ക്യാപിറ്റൽ N. എന്താ ഈ ക്യാപിറ്റൽ N? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ്. ആൻഡ് എന്നിൻ്റെ വാല്യൂ എവിടെയാണ് ലൈ ചെയ്യുന്നത്? 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു n ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 അല്ലേ? നമ്മളിവിടെ എഴുതി വെച്ചിരുന്നു. ഏതൊക്കെയായിരുന്നു? എക്സ് ഈക്വൽ ടു 3n. അതായത് 3n ഈക്വൽ ടു 1 എടുക്കുക. അതായത് എൻ്റെ വാല്യൂ 1 മുതൽ 4 വരെയാണ്. 1 ഉൾപ്പെടും 4 ഉൾപ്പെടും, അതിനിടയിലുള്ള നമ്പേഴ്സ് നാച്ചുറൽ നമ്പേഴ്സാണ്. n ബിലോങ്സ് ടു n ആണ്. അപ്പം 1 2 3 4
മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയേ. എക്സ് ഈക്വൽ ടു 3 ഇൻറ്റു എൻ. അപ്പോൾ ആദ്യം എന്നിന് 1 എന്ന് കൊടുക്കുന്നു. അപ്പോൾ 3 ഇൻറ്റു 1 3 അല്ലേ, നമ്മൾ നേരത്തെ ഇവിടെ എഴുതി വെച്ചിരുന്നു. അടുത്ത എന്നിന് 2 കൊടുക്കുന്നു. അപ്പോൾ 3 ഇൻറ്റു 2 6. അടുത്തതോ 3 കൊടുക്കുന്നു. അപ്പോൾ 3 ഇൻറ്റു 3 9. അടുത്ത 4 കൊടുക്കുന്നു. 3 ഇൻറ്റു 4 12. അപ്പോൾ ഈ സെറ്റ് കിട്ടിയില്ലേ നമുക്ക്. അപ്പോൾ എങ്ങനെ എഴുതാം ഇതിനെ പൊതുവായിട്ട്? എക്സ് ഈക്വൽ ടു 3n. ഇനി ഈ n എന്താണെന്ന് എഴുതണം. n ബിലോങ്സ് ടു ക്യാപിറ്റൽ N, അതായത് n നാച്ചുറൽ നമ്പർ ആണ്. ഇനി എന്നിൻ്റെ വാല്യൂ 1 മുതൽ 4 വരെയാണ് അല്ലേ. ഇതിൽ കൂടുതൽ കൊടുക്കാൻ പറ്റുമോ? 5 കൊടുത്താൽ എന്ത് സംഭവിക്കും? 3 ഇൻറ്റു 5 15 വന്നു. ഈ സെറ്റിനകത്ത് 15 ഉണ്ടോ? ഇല്ല. മനസ്സിലായില്ലേ? അപ്പോൾ എക്സ് ഈക്വൽ സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈക്വൽ ടു 3 ഇൻറ്റു n, n ബിലോങ്സ് ടു ക്യാപിറ്റൽ N ആൻഡ് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു n ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4. എന്നിൻ്റെ വാല്യൂ 1 മുതൽ 4 വരെയാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ള കോമൺ ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. ക്ലിയർ ആയില്ലേ? ഇനി അടുത്ത സെറ്റ് നോക്കാം. സെറ്റ് 2 4 8 16 32. എല്ലാവരും നോക്കിക്കേ എന്ത് കോമൺ പ്രോപ്പർട്ടിയാണ് ഉള്ളതെന്ന്. ഈ എലമെൻസിനെല്ലാം ഒരേപോലെ വരുന്ന പ്രോപ്പർട്ടി എന്താണെന്ന് നോക്കിക്കേ. കിട്ടിയോ? ഇതാ ഇവിടെ നോക്കിയോ. 2 ഇൻറ്റു 1 2 ആണ് അല്ലേ. 2 ഇൻറ്റു 2 4 ആണ്. പിന്നെ 2 ഇൻറ്റു 4 8 ആണ്. പിന്നെ വന്നിരിക്കുന്നത് 2 ഇൻറ്റു 8 ആണ് 16 വരുന്നത്. പിന്നെ 2 ഇൻറ്റു 16 ആണ് 32 വരുന്നത്. ഇവിടെ ഒരു കോമൺ അല്ലെങ്കിൽ ഒരു പാറ്റേൺ ഉണ്ടോ? നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഉണ്ടോ? ഇല്ല. 2 ഇൻറ്റു 1 2 കഴിഞ്ഞ് പിന്നെ 2 ഇൻറ്റു 2 4 വന്നു. പിന്നെ 2 ഇൻറ്റു 4 ആണ് വന്നിരിക്കുന്നത്. 3 വരുന്നില്ല. പിന്നെ 2 ഇൻറ്റു 8 ആണ് വന്നിരിക്കുന്നത് അല്ലേ. അതായത് പിന്നെ തൊട്ട് മുമ്പിലുള്ള ഓരോ എലമെൻറ്റിനെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് കിട്ടിയിരിക്കുന്നത്. അല്ലാതെ അവിടെ പ്രത്യേകിച്ചൊരു പാറ്റേൺ നമുക്ക് പറയാൻ പറ്റുന്നില്ല. ക്ലിയർ അല്ലേ? അപ്പോൾ ഇതെവിടെ എഴുതാൻ പറ്റുമോ? ഇല്ല. പിന്നെ എങ്ങനെ എഴുതാം? നമുക്ക് നോക്കിയേ. 2 റേസ് ടു 1. 2 റേസ് ടു 1 എത്രയാ? 2 ആണ് അല്ലേ. അടുത്ത എലമെൻറ്റ് 4 ആണ് വന്നിരിക്കുന്നത്. ദാറ്റ് ഈസ് 2 സ്ക്വയർ. 2 സ്ക്വയർ ഈസ് ഈക്വൽ ടു 4 അല്ലേ. അടുത്ത എലമെൻറ്റ് 8 ആണ്. അതിനെങ്ങനെ എഴുതാം? 2 ക്യൂബ് ഈസ് ഈക്വൽ ടു 8. അടുത്ത എന്തായിരിക്കും വരുന്നത്? 2 റേസ് ടു 4. അപ്പോൾ എത്ര കിട്ടും? 16 അല്ലേ. അടുത്ത എന്തായിരിക്കും? 2 റേസ് ടു 5. അപ്പോൾ എത്ര കിട്ടും? 32. ക്ലിയർ ആയില്ലേ? അപ്പോൾ എല്ലാ എലമെൻസിനും ഉള്ളൊരു കോമൺ പ്രോപ്പർട്ടി കിട്ടിയില്ലേ? എന്താണത്? നമുക്ക് എഴുതി നോക്കാം. സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈക്വൽ ടു 2 റേസ് ടു n അല്ലേ. എക്സ് സച്ച് ദാറ്റ് എക്സ് ഈക്വൽ ടു 2 റേസ് ടു n. അപ്പോൾ എന്നിന് എവിടം വരെയുള്ള വാല്യൂസാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്? 32 കിട്ടണമെങ്കിൽ 2 റേസ് ടു 5 ആണ് അല്ലേ. 1 മുതൽ 5 വരെയുള്ള വാല്യൂസാണ് എന്നിന് കൊടുത്തിരിക്കുന്നത്. ഒന്നും കൂടി കൊടുത്ത് നോക്കിയോ. 1 കൊടുക്കുമ്പോൾ എന്ത് കിട്ടും? 2 റേസ് ടു 1 2. ഇനി എന്നിന് എന്ത് കൊടുക്കുന്നു? 2 കൊടുക്കുന്നു. അപ്പോൾ 2 റേസ് ടു 2 4. അങ്ങനെ 5 വരെ കൊടുക്കുന്നു. 2 റേസ് ടു 5 32. അടുത്ത് കൊടുത്താലുണ്ടോ? 2 റേസ് ടു 6 കൊടുത്താലുണ്ടോ? ഇവിടെ ഇല്ല. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് സച്ച് ദാറ്റ് എക്സ് ഈക്വൽ ടു 2 റേസ് ടു n, n ബിലോങ്സ് ടു ക്യാപിറ്റൽ N, അതായത് നാച്ചുറൽ നമ്പർ ആണ്. 1 2 3 4 5 വരെ നാച്ചുറൽ നമ്പർ. ആൻഡ് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു n ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5. ഈ എലമെൻസിനെല്ലാം കൂടിയുള്ള കോമൺ പ്രോപ്പർട്ടി അല്ലേ 2 റേസ് ടു n എന്നുള്ളത് നമ്മൾ എഴുതി. ക്ലിയർ ആയില്ലേ? അടുത്തത് സെറ്റ് 1 4 9 എക്സെട്ര 100. ഇത് കാണുമ്പോഴേ മനസ്സിലായല്ലോ. എല്ലാവരും എഴുതിയോ? വേഗം എഴുതിക്കേ. ഓക്കെ. എന്താ കാണുന്നത്? 1 4 9 എക്സെട്ര 100. എന്താ വരുന്നത്? പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ആണല്ലേ. അപ്പോൾ എങ്ങനെ എഴുതാം നമുക്ക്? 1 സ്ക്വയർ 1, പിന്നെ 2 സ്ക്വയർ 4, അടുത്തത് 9 ആണ് വരുന്നത്. അപ്പോൾ 3യുടെ സ്ക്വയർ ആണ് അല്ലേ. എക്സെട്ര 100 ആണ് വന്നിരിക്കുന്നത്. അത് 10ന്റെ സ്ക്വയർ ആണ് അല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈക്വൽ ടു n സ്ക്വയർ, n ബിലോങ്സ് ടു ക്യാപിറ്റൽ N, ദാറ്റ് ഈസ് നാച്ചുറൽ നമ്പർ ആണ്. ഇനി എന്നിൻ്റെ വാല്യൂ എവിടം വരെ വന്നിരിക്കുന്നുണ്ട്? 1 മുതൽ 10 വരെയുണ്ട് അല്ലേ. ഇടയ്ക്കുള്ള നമ്പർ എല്ലാം നമ്മളിവിടെ എഴുതാൻ ഒത്തിരി എഴുതണം. അതുകൊണ്ട് ഇത് എക്സെട്ര കൊടുത്തിരിക്കുന്നത്. പിന്നെ അവസാനത്തെ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നോക്കിയേ. 1 4 9. അടുത്തത്രയായിരിക്കും വരുന്നത്? 3യുടെ ആണ് 9 വരും. അപ്പോൾ അടുത്ത 4ന്റെ 16 വരും അല്ലേ. അടുത്ത 5ന്റെ 25 വരും. എക്സെട്ര 10ന്റെ 100. അതായത് n സ്ക്വയർ 1 സ്ക്വയർ 1. അടുത്ത് n-ന് 2 കൊടുക്കുമ്പോൾ 2 സ്ക്വയർ 4. അടുത്ത് n-ന് 3 കൊടുക്കുമ്പോൾ 3 സ്ക്വയർ 9. അങ്ങനെ n-ന് 10 കൊടുക്കുമ്പോൾ 10 സ്ക്വയർ 100 അല്ലേ. എല്ലാ എലമെൻസിനുള്ള കോമൺ പ്രോപ്പർട്ടിയാണിത്. അപ്പോൾ എങ്ങനെ എഴുതാം? സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈക്വൽ ടു n സ്ക്വയർ, n ബിലോങ്സ് ടു നാച്ചുറൽ നമ്പർ ക്യാപിറ്റൽ N ആൻഡ് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു n ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10. എന്നിൻ്റെ വാല്യൂ 1 മുതൽ 10 വരെയാണ്. ക്ലിയർ ആയില്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. അതായത് ഇന്ന് നമ്മൾ പ്രത്യേകിച്ച് പഠിച്ചത് റെപ്രസെൻറ്റേഷൻ ഓഫ് എ സെറ്റാണ്. ഏതൊക്കെ രീതിയിലാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്? 2 രീതിയിലാണ്. ടാബുലാർ ഫോം,
പിന്നെയോ സെറ്റ് ബിൽഡർ ഫോം അല്ലേ, റോസ്റ്റർ മെത്തേഡ് ഓർ ടാബുലാർ ഫോം അല്ലെങ്കിൽ സെറ്റ് ബിൽഡർ ഫോം. അപ്പോൾ ടാബുലാർ ഫോമിൽ അല്ലെങ്കിൽ റോസ്റ്റർ മെത്തേഡിൽ എങ്ങനെയാണ് നമ്മൾ സെറ്റിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്? സെറ്റിനുള്ളിൽ എലമെൻസിനെ കോമയിട്ട് നിരത്തി എഴുതുന്നു. പിന്നെ അവിടെ നോട്ടായിട്ട് 2 കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഒന്ന് ഓർഡർ അല്ലേ, എലമെൻസിൻ്റെ ഓർഡർ ഇമ്പോർട്ടൻ്റ് അല്ല, എനി ഓർഡറിൽ നമുക്ക് എഴുതാം. പിന്നെ രണ്ടാമത് എന്താ പറഞ്ഞേ? ഒരേ എലമെൻ്റ് തന്നെ 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് വന്നാൽ 2 പ്രാവശ്യം എഴുതേണ്ട ആവശ്യമില്ല, ഒറ്റ പ്രാവശ്യം എഴുതിയാൽ മതി അല്ലേ. പിന്നെ രണ്ടാമത്തെ മെത്തേഡ് എന്തായിരുന്നു? സെറ്റ് ബിൽഡർ ഫോം. സെറ്റ് ബിൽഡർ ഫോമിൽ എങ്ങനെ എഴുതുന്നത്? ആ സെറ്റിനകത്ത് വന്നിരിക്കുന്ന എലമെൻസിൻ്റെ എല്ലാം കോമൺ ക്യാരക്ടർ എന്താണോ, പൊതു സ്വഭാവം എന്താണോ അതിനെ നമ്മൾ സെറ്റിൻ്റെ ബ്രാക്കറ്റിനുള്ളിൽ സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ, ആ എക്സിൻ്റെ സ്വഭാവം എന്താണെന്ന് അവിടെ എഴുതുന്നു അല്ലേ, അങ്ങനെ എഴുതുന്നു. അതിനുശേഷം നമ്മൾ ടാബുലാർ ഫോമിൽ തന്നാൽ സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതാനും സെറ്റ് ബിൽഡർ ഫോമിൽ തന്നാൽ ടാബുലാർ ഫോമിൽ എഴുതാനും പഠിച്ചു. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നന്നായി കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം നോട്ടിലേക്ക് എഴുതിയെടുക്കുക. ഇനി ഒരു അസൈൻമെൻറ്റ് നിങ്ങൾക്ക് തരുന്നുണ്ട്. ഇതാണ് അസൈൻമെൻറ്റ്. മാച്ച് ഈച്ച് ഓഫ് ദി സെറ്റ് ഓൺ ദി ലെഫ്റ്റ് ഇൻ ദി റോസ്റ്റർ ഫോം വിത്ത് ദി സെയിം സെറ്റ് ഓൺ ദി റൈറ്റ് ഡിസ്ക്രൈബ്ഡ് ഇൻ സെറ്റ് ബിൽഡർ ഫോം. അതായത് ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് ടാബുലാർ ഫോമിൽ തന്നിട്ടുണ്ട്, റൈറ്റ് സൈഡിൽ സെറ്റ് ബിൽഡർ ഫോമിൽ തന്നിട്ടുണ്ട്. എന്നിട്ട് എന്താ പറയുന്നത്? മാച്ച് ദി ഫോളോയിങ് അല്ലേ, ഇത് ഏതിനാണോ മാച്ച് ചെയ്യുന്നത് അതെടുത്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ അസൈൻമെൻ്റ് ആയിട്ട് നോട്ടിലേക്ക് ഇതുവരെയുള്ള നോട്ട് എഴുതിയതിന് ശേഷം അതിന് അടിയിലേക്ക് ഈ അസൈൻമെൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മളിപ്പോൾ എക്സസൈസ് 1.1 കംപ്ലീറ്റ് ആയിട്ടുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിലും ഈ ക്ലാസ്സിലുമായിട്ട് എക്സസൈസ് 1.1 കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ടെക്സ്റ്റ് എടുത്തിട്ട് ഇതിനകത്ത് ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് ഇടയ്ക്ക് ഓരോന്ന് നമ്മൾ വിട്ടിട്ടാണ് ക്വസ്റ്റ്യൻ എഴുതിയേക്കുന്നത്. അതിലേതെങ്കിലും ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആക്കുക, എന്നിട്ട് നോട്ട് കംപ്ലീറ്റ് ചെയ്യുക, അത്രയും നന്നായി പഠിക്കുകയും ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.